പ്രിയപ്പെട്ടവരെ, നമസ്തേ. ഞങ്ങളുടെ അസിസ്റ്റന്റ് പ്രോജക്റ്റ് ഓഫീസർ ഫർസാന ഫാത്തിമ ശ്രീ ജോർജ് ഫെർണാണ്ടസുമായി നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് സംപ്രേഷണം ചെയ്യാൻ പോകുന്ന രണ്ടാം ഭാഗം. ഈ ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. ഇത് കലാകാരൻ ജോർജ് ഫെർണാണ്ടസുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗത്തിൽ പൈറോഗ്രഫി എന്ന കലയെ നമ്മൾ പരിചയപ്പെട്ടു. ഈ രണ്ടാം ഭാഗത്തിൽ ജോർജ് ഫെർണാണ്ടസ് എന്ന അതുല്യ കലാകാരൻ്റെ മറ്റു കലാവൈഭവത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു. വിനയാനുതനായ ഈ കലാകാരൻ്റെ ജീവിതശൈലിയും മൂല്യബോധവും അടുത്തറിയാൻ ശ്രമിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം കാണാം. ഇപ്പൊ നമ്മുടെ യങ് സ്റ്റുഡൻസ് ഒക്കെ തന്നെ ആണെങ്കിലും ഇവിടെ ഇന്ത്യയിലൊക്കെ ഒരു ആർട്ടിസ്റ്റ് കരിയർ പാത്ത് തുടരുന്നത് ഭയങ്കര പാടാണ്. സാറിന്റെയിലും അത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഹേർഡിൽസിനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സാറിന് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാം? ഇത് ഒന്നാമത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ നോക്കുന്നത്. അത് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ കുറേ വ്യത്യാസം വരും. അത് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് വേണ്ടിയാണ് ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. ഇതിപ്പം കിട്ടുന്ന സമയം മുഴുവൻ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒന്ന് റീഡിങ്. ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ട് അവർക്ക് വേറെ ആക്ടിവിറ്റീസിൽ പോകാനുള്ള ഒരു ടെൻഡൻസി വരും. ഇത് രണ്ടും മെയിനായിട്ട് ചെയ്താൽ മതി. ഇപ്പം ക്യാമ്പൊക്കെ നടത്തുന്നുണ്ട് സാർ. അപ്പം കൊച്ചു പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പൊ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ബാധിക്കണമെന്ന് സാർ ഭയങ്കരമായിട്ട് ബാധിക്കും. അവർക്ക് പിന്നെ ക്രിയേറ്റിവിറ്റി ഇല്ല. കാരണം മൊബൈൽ ഫോണിൽ തന്നെ ഇപ്പം ഈ ഡിജിറ്റൽ പെയിന്റിംഗ് ഉണ്ട്. അതിൽ തന്നെ പ്രിന്റ് എഴുത്തങ്ങ് വെച്ചാൽ മതി. അപ്പം അവർക്ക് തിങ്കിങ് പവർ ഇല്ല. തിങ്കിങ് പവർ വേണമെങ്കിൽ റീഡിങ് വേണം. അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്. ലൈബ്രറീസൊക്കെ പണ്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു. പബ്ലിക് ലൈബ്രറിയിലൊക്കെ കുട്ടികൾ നിറച്ചും വരും. ഇപ്പം ആരുമില്ല, വല്ലപ്പോഴും കുറച്ച് കുട്ടികൾ വരും. കാരണം അവർക്ക് സമയമില്ല, എല്ലാവരും ഈ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. റീഡിങ് വന്നാൽ തന്നെ ക്രിയേറ്റിവിറ്റി വരും. നമ്മുടെ സ്റ്റുഡൻസിനുള്ള ഏറ്റവും വലിയ ഒന്ന് മൊബൈൽ ഫോൺ നിർത്തുക, പിന്നെ ഒന്ന് റീഡിങ്ങിലോട്ട് മനസ്സ് പോവുക. കിട്ടുന്ന എല്ലാം വായിക്കണം. അപ്പൊ സാറിന് ഈ റീഡിങ് ഇൻകൾക്കേറ്റ് ചെയ്ത് തന്നതാരാണ്? വീട്ടുകാർ? കൊച്ചിലെ ഫാദർ ഒരുപാട് വായിക്കുമായിരുന്നു. ഫാദർ ഇവിടെ ട്രിവാൻഡ്രത്ത് മേയറായിരുന്നു. അപ്പം ഫാദർ ഒരുപാട് ബുക്സ് വായിക്കും. അത് കഴിഞ്ഞ് എൻ്റെ സിസ്റ്റർ ഒരുപാട് ബുക്സ് വായിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടി. ഞാൻ പിന്നെ ഇവിടെ മറ്റേ സിസ്റ്റേഴ്സിൻ്റെ ഹോളി ഏഞ്ചൽസിലാണ് 4ാം ക്ലാസ് വരെ. അവിടെ റീഡിങ് മസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ വായിച്ച് വന്നാണ് എനിക്ക് ഈ ഫെയറി ടെയിൽസിലൂടെ ഇൻട്രസ്റ്റ് വന്നത്. ഇപ്പം ആർട്ടിസ്റ്റുമാരൊക്കെ പൊതുവെ പറയുന്ന കാര്യമാണ് ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞത്. അപ്പം സാറിന് മെഡിറ്റേഷൻ ഒക്കെ എത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്? ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 1977 ഞാൻ ശിവാനന്ദ യോഗ തുടങ്ങി. അതിൻ്റെ യോഗയും പിന്നെ മെഡിറ്റേഷനും. പക്ഷേ യോഗയെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മെഡിറ്റേഷനാണ്. ക്വയറ്റായിട്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കാം. അത് പിന്നെ ചെറിയ രീതിയിലൊക്കെ ചെയ്യാം. അന്ന് കോളേജിൽ പഠിക്കുന്ന സമയമുണ്ട്. പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ മെഡിറ്റേഷൻ വലുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഫ്രണ്ട് ഒരു എനിക്ക് തോന്നുന്നു 80s ലാസ്റ്റിൽ എൻ്റെ ഫ്രണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അപ്പോൾ പുള്ളി ഫോറിനിലായിരുന്നു. ഏതാണ്ട് 10-22 വർഷം. പുള്ളി വരുന്ന വഴിക്ക് പൂനെയിൽ ഇറങ്ങി പുള്ളി ഓഷോയുടെ ആശ്രമത്തിൽ അങ്ങ് ചേർന്നു. കൃഷ്ണകുമാർ എന്നാണ് പേര്. അവിടെ വെച്ച് പേര് മാറ്റി സ്വാമി അദീത്. പുള്ളി ട്രിവാൻഡ്രത്ത് തന്നെ കാണാൻ വന്നു. അപ്പോൾ ഈ ഓഷോയുടെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ മെഡിറ്റേഷൻ ഒന്ന് ഫോളോ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ഗൈഡൻസിൽ അതിൻ്റെ മെഡിറ്റേഷൻ ഞാൻ ഫോളോ ചെയ്ത് കുറച്ച് ലിറ്ററേച്ചറൊക്കെ തന്നു. എനിക്ക് റീഡിങ് ഇഷ്ടമുള്ളതുകൊണ്ട് പുള്ളി ഓഷോയുടെ കുറേ ബുക്സ് വായിച്ചു. പക്ഷേ എൻ്റെർലി ഡിഫറെൻ്റ് മെഡിറ്റേഷനാണ് ഈ ഓഷോയുടെ. അത് വിഗറസ് ആണ്. ഒന്നാമത് ഒരു ഡൈനാമിക് മെഡിറ്റേഷൻ ഉണ്ട് രാവിലെ ചെയ്യാനുള്ളത്. അത് ഹൈലി വിഗറസ് ആണ്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാവും. നമ്മുടെ മൈൻഡ് ഇന്നർ ഇതിലോട്ട് പോകും. ഔട്ടർ അല്ല, ഇന്നറിലോട്ട് പോകും. അപ്പം നമ്മുടെ ബോഡി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡും നമ്മുടെ കണ്ണിൻ്റെ ഇതൊക്കെ ഈ ബോഡിയുടെ അകത്തോട്ട് ഇങ്ങനെ
പോകും. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു. അത് കഴിഞ്ഞ് രാത്രി കുണ്ടലിനി എന്ന് പറഞ്ഞ വേറൊരു മെഡിറ്റേഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം 45 മിനിറ്റ്സ് ആണ്. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. നമ്മളങ്ങ് ലൈഫ് അങ്ങ് പറന്ന് നടക്കാൻ പോകാൻ അതുപോലെ തോന്നും. ഈ 2 മെഡിറ്റേഷനാണ് ഏറ്റവും നല്ല ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പേ ഗൗരി ശങ്കർ എന്നും പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ട്. അത് ബ്രീത്തിങ്ങിനാണ്. അത് മിണ്ടാതെ ഇരുന്ന് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കിടന്ന് അപ്പോഴങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ രാവിലെ എഴുന്നേൽക്കുള്ളൂ. ഇത് ഞാൻ കുറേ മാസങ്ങൾ ചെയ്തു. എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതൽ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഓഷോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ സെൽഫ് റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അത് ചവറ് പോലെയാണ്. പിന്നെ നമുക്ക് ഒരു ഡെവലപ്മെൻറ്റും വരത്തില്ല. നമ്മൾ ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞ്. അങ്ങനെ എനിക്ക് മെഡിറ്റേഷനിൽ ശിവാനന്ദ യോഗയേക്കാളും സെൽഫ് റിയലൈസേഷൻ വന്നത് ഈ ഓഷോയുടെ മെഡിറ്റേഷനാണ്. ശരിക്കും മൈൻഡ് ഉള്ളിലോട്ട് എനിക്കിപ്പോഴും അന്ന് കിട്ടിയ ഫീലിംഗ് ഇപ്പോഴും ഡെയിലി എനിക്ക് അത് കിട്ടും. വെറുതെ ഇരുന്നാൽ മതി, മൈൻഡിനെ അകത്തോട്ടങ്ങ് കൊണ്ടുപോകാം. അതിപ്പോഴും ടൈമിൽ സാർ ക്രിയേറ്റ് ചെയ്ത 2-3 പീസസ് ഭയങ്കരമായിട്ട് ക്രിയേഷൻ അങ്ങ് ഡെവലപ്പ് ചെയ്യും. അതിന്റെ 2-3 പീസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആ സമയത്ത് ചെയ്തത് അത് ആ സമയത്ത് എൻ്റെ ക്രാഫ്റ്റിലായിരുന്നു കൂടുതൽ. ആ സമയത്താണ് ഈ ഫ്ലവർ മേക്കിംഗ് ഒക്കെ അത് ഭയങ്കരമായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത് ഒരുപാട് എക്സിബിഷൻസ് നടത്തി. ഞാൻ അതിൻ്റെ സാധനങ്ങൾ ജപ്പാനിൽ നിന്നും തായ്ലൻഡിൽ നിന്നൊക്കെ അതിൻ്റെ ക്ലേകളൊക്കെ വരുത്തിച്ച് ഒരുപാട് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ടൈമാണ്. ഭയങ്കര ക്രിയേറ്റിവിറ്റി വരും. ആ സമയത്താണ് ഈ ബുക്സുകളൊക്കെ എഴുതിയത്. കുറേ ബുക്കുകൾ എഴുതി. പോയംസ് ഒക്കെ എഴുതിയത് ഈ 2-3 വർഷത്തിന് മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സെൽഫ് റിയലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മെഡിറ്റേഷനൊക്കെ നിർത്തി ഓഷോയുടെ. പിന്നെ ബുക്സൊക്കെ വായിക്കും. പുള്ളിയുടെ ബുക്സൊക്കെ നല്ല നമുക്ക് ഭയങ്കര ഉള്ളിലൊരു പവർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനത്തെ ബുക്സായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ബ്രഹ്മകുമാരീസായിട്ട് കണക്റ്റഡ് ആയത്. അപ്പോൾ അവിടെ ഇങ്ങനെ പോയി എക്സ്പീരിയൻസ് ചെയ്തപ്പോഴത്തേക്കും ഇതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ബ്രഹ്മകുമാരീസ്. അത് ഒരിടത്ത് നമ്മൾ ക്വയറ്റായിട്ട് ഇരുന്നിട്ട് ആ മെഡിറ്റേഷൻ ആണെങ്കിൽ കണ്ണ് തുറന്നിരുന്ന് ചെയ്യുന്ന മെഡിറ്റേഷനാണ്. അപ്പോൾ അത് എൻ്റയർലി ഒരു പുതിയ ഫീലിംഗ് ആയിരുന്നു എനിക്ക് തന്നത്. സാധാരണ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കണം. ഇത് കണ്ണ് തുറന്നിരുന്ന് ചെയ്യുന്ന ഒരു മെഡിറ്റേഷനാണ്. എന്ന് വെച്ചാൽ അവരെ ഫസ്റ്റ് പഠിപ്പിക്കുന്നത് നമ്മൾ ആരാണെന്ന്. നമ്മൾ ആക്ച്വലി വി ആർ എ പോയിന്റ് ഓഫ് ലൈറ്റ്, സോളാണ്. അപ്പോൾ ആ സോളാണെന്ന് നമ്മൾ സെൽഫാണ് ആദ്യമായിട്ട് ഇത് ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷനിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ മനുഷ്യനല്ല, നമ്മൾ ഒരു പോയിന്റ് ഓഫ് ലൈറ്റാണ്. ഈ ബോഡിയുടെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സോള് ഇവിടെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇരിക്കുന്നത്. അപ്പോൾ അത് ആ സോളിനെ നമ്മൾ സുപ്രീം സോളുമായിട്ട് കണക്ട് ചെയ്യും. നമ്മൾ ആദ്യം ഈ പോയിന്റ് ഓഫ് ലൈറ്റ് ഇത് ആലോചിച്ചിട്ട് പിന്നെ അത് സുപ്രീം സോളിൽ ഒരു വലിയ ലൈറ്റ് അങ്ങ് മുകളിലെത്തും. അപ്പോൾ അതിനെങ്ങനെ ഈ ലൈറ്റുമായിട്ട് കണക്റ്റഡ് ആക്കും. അത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്കങ്ങനെ ഇരിക്കാം. കാരണം പൊസിഷനൊന്നുമില്ല, കസേരയിലിരുന്ന് ചെയ്യാം, പിന്നെ കണ്ണ് തുറന്നിരുന്ന് ചെയ്യാം. പിന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കണക്ഷൻ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ മൈൻഡ് ഡൈവേർട്ട് പോകത്തില്ല. പൈറോഗ്രഫി എന്ന് പറയുമ്പോൾ ഒത്തിരി പേഷ്യൻസ് വേണ്ട ഒരു കാര്യം കൂടെയാണ്. അപ്പൊ അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ മിസ്റ്റേക്സ് ഒക്കെ വരാണ്ട് അത് തന്നെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പം പൈറോഗ്രഫിയിൽ എന്തെങ്കിലുമൊക്കെ കളേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പൈറോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരു സെപ്പിയ ടോണാണ് അതിന്റെ മെയിൻ. പിന്നെ ഇപ്പൊ ഫോറിനില് ഒരുപാട് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കത് ഇഷ്ടമില്ല. ഇതാണ് നല്ല ഭംഗിയായിട്ട് വരുന്നത്. നാച്ചുറൽ എഫക്റ്റ് ആണ്. മറ്റേത് ഒരുമാതിരി ഒരു ആർട്ടിഫിഷ്യലാണ്. അപ്പൊ സാറ് കുറെ യുണീക് ടെക്നിക്സും അൺയൂഷ്വൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞുതരാം. ഞാൻ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നമ്മൾ വേസ്റ്റ് ചോറ് വെച്ചിട്ട് ഞാൻ ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് ചെയ്യാറുണ്ടായിരുന്നു. ചോറിൽ സെറാമിക് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ചോറെന്ന് പറയുന്നത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഗമ്മാണ്.
അപ്പോൾ അതിൽ കുറച്ച് സെറാമിക് പൗഡർ മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ടെക്നിക്കുണ്ട് അത് മിക്സ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അൺയൂഷ്വലായിട്ട് കുറച്ച് പേർക്കുള്ളത് ഞാൻ സോപ്പ് വെച്ചിട്ട് നല്ല റോസും അങ്ങനെയുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. ടോയ്ലറ്റ് സോപ്പ്, അത് ലക്സ് സോപ്പാണ് ഏറ്റവും നല്ലത്. പിന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ ബ്രെഡ് വെച്ചിട്ട്, നമ്മുടെ വേസ്റ്റ് വരുന്ന ബ്രെഡ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാറുണ്ട്. ചെറിയ കേവും ഇത് അങ്ങനെയുള്ള കുറേ വർക്ക്. ഒരു ഡോള് ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മദർ മേരിയുടെ വെച്ചിട്ട് ഒരു വലിയ കേവ് ചെയ്തിട്ട്, അത് കംപ്ലീറ്റ് ബ്രെഡാണ്. ബ്രെഡിൻ്റെ നമ്മൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ എടുത്ത് അതിൽ ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഫെവിക്കോളും ബ്രെഡും മാത്രമല്ല, അതിൽ വേറൊന്നുമില്ല. അത് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ അതിൽ പെയിൻറ്റ് വയ്ക്കും. ഇത് ഒരു അൺയൂഷ്വൽ വർക്കാണ്. സോപ്പ് അതുപോലെ, ടോയ്ലറ്റ് സോപ്പ് അതുപോലെ തന്നെ. പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ കാണുന്ന ഇതുപോലെയുള്ള കുറേ സാധനങ്ങൾ വെച്ച് ക്രാഫ്റ്റുകൾ ചെയ്യാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കോഫി പെയിൻറ്റിംഗ് ആണ്, ഒരു സ്പെഷ്യലായിട്ടുള്ള കോഫി പെയിൻറ്റിങ്. ഇത് വുഡിൽ ചെയ്യുന്ന കോഫി പെയിൻറ്റിംഗ് ആണ്. ഇത് ഫസ്റ്റ് സെറാമിക് പൗഡറൊക്കെ അടിച്ച് അതിനെ പോളിഷ് ചെയ്ത് നല്ല ഫിനിഷ് ആക്കിയിട്ട് പടം വരച്ചിട്ട് നമ്മുടെ ബ്രൂ കോഫിയും കോഫി പൗഡറും കുറച്ച് ഡെറ്റോളും വെള്ളവും മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അതിൽ ഷെയ്ഡിങ് എല്ലാം വരുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റിൽ ഒരു എഫക്റ്റിന് വേണ്ടി ഗോൾഡ് ലൈനർ വെച്ചിട്ട് ഇതിൽ വരയ്ക്കുന്നുണ്ട്. അതാണിത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇതിൻ്റെ മുകളിൽ വാർണിഷ്, നല്ല ഒരു ലിറ്ററിൻ്റെ വാർണിഷ് ഇതിലങ്ങ് ഒഴിക്കും. ഒഴിച്ചിട്ട് 1 മാസം ഇത് അനങ്ങാതെ വയ്ക്കും. അപ്പോൾ നമുക്ക് ഇത് ഗ്ലാസ് ഇട്ടതുപോലെ ഉള്ള ഒരു ഫിനിഷ് വരും. ഉണങ്ങാൻ 1 മാസം എടുക്കും, പക്ഷേ ഉണങ്ങിക്കഴിയുമ്പം ഗ്ലാസ് എഫക്റ്റ്, പിന്നെ അതിൽ പൊടിയൊന്നും വരത്തില്ല. പിന്നെ അത് ഫ്രെയിം ചെയ്തെടുക്കാം. ഇതാണ് കോഫി പെയിൻറ്റിങ്. എൻ്റെ പേര് അജിത് ബ്രഹ്മാനന്ദൻ. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്ററിലെ സീനിയർ ഡയറക്ടറായിരുന്നു. അവിടെ നിന്നിപ്പോൾ റിട്ടയറായപ്പോഴത്തേക്ക് എൻ്റെ പഴയ ഹോബികൾ ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ജോറി സാറിനെ മീറ്റ് ചെയ്യും. മ്യൂറൽ പെയിൻറ്റിങ് ഒന്ന് പഠിക്കാം എന്ന് കരുതി കഴിഞ്ഞ ഒരു 10 മാസമായിട്ട് ഞാൻ പഠിക്കുക അവിടെ. സാറ് ആദ്യം ബേസിക്സ് പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ 5ാമത്തെ പെയിൻറ്റിംഗ് ആണ്. ഇത് മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. ഇത് അക്രലിക് പെയിൻറ്റിങ് യൂസ് ചെയ്ത് തന്നെ ചെയ്യുന്നത് ക്യാൻവാസിൽ. ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരുപാട് ഓർണമെൻറ്റ്സും അതും ഇതും ഒക്കെ ഉണ്ട്. ഓരോന്നിനും ഓരോ കളറും ഓരോ ഷെയ്ഡിങ്ങും കൊടുത്തിട്ട്, ഷെയ്ഡിങ് ആണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. ഇത് ആദ്യം നമ്മൾ കംപ്ലീറ്റ് ഈ സ്കെച്ച് വരച്ചെടുക്കണം. വരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്കെച്ചിങ്ങിന് തന്നെ കുറച്ച് ടൈം എടുക്കും. അതായത് അതിലാണ് അതിൻ്റെ ആ ബ്യൂട്ടി വരുന്നത്. ആ ബേസ് സെറ്റ് ചെയ്യുന്നത് ആ സ്കെച്ചിലാണ്. സ്കെച്ച് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില കളേഴ്സ് ഉണ്ട്, പക്ഷെ അത് പല സ്ഥലത്തും നമ്മൾ മിക്സ് ചെയ്തിട്ട് ലൈറ്റായിട്ടും ഡാർക്കായിട്ടും, പിന്നെ ചിലത് നമ്മുടെ നാച്ചുറൽ കളേഴ്സ് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് എടുക്കണം. ഇതിലിപ്പോൾ ഇതിനകത്ത് ഈ ട്രീസ് ഉണ്ട്, ഒരുപാട് ഓർണമെന്റ്സ് ഉണ്ട് ട്രീസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഓർണമെന്റ്സിനെല്ലാം പല പല കളേഴ്സാണ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ഇതനുസരിച്ചുള്ള ഷെയ്ഡിങ് മാറ്റി മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വേറെ മാനിൻ്റെ ഇതുണ്ട്, അതിന് വേറെ ഷെയ്ഡിങ് കൊടുക്കണം. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് മധുബനി പെയിൻറ്റിംഗ് ആണ്. സാധാരണ ഞാനിവിടെ പഠിപ്പിക്കുന്നത് വേറൊരു പ്രോസസ്സിലാണ്. സാധാരണ പേപ്പറിൽ ചെയ്തിട്ട്, ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ നമ്മൾ വരച്ചിട്ട് പോസ്റ്റർ കളറിൽ കുറച്ച് പാലും കൂടെ മിൽക്കും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പം ക്യാൻവസിലാണ്, അക്രിലിക് കളറിലാണ് ഈ മധുബനി പെയിൻറ്റിങ് ചെയ്യുന്നത്. ഇതിന് മിഥില പെയിൻറ്റിങ്സ് എന്നും പറയും. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പം 3 ആഴ്ചയായി. ഇത് ഇനി ഒരു മാസത്തെ വർക്ക് കൂടെ ഉണ്ട്. എൻ്റെ പേര് രമണി എന്നാണ്. കരമനയാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ കുറേ പടങ്ങൾ സാറിൻ്റെ ചെയ്തിട്ടുണ്ട്. താഞ്ചൂരുണ്ട്, മ്യൂറലുണ്ട്. അപ്പോൾ ഇത് കുറേ നാളായി. ഇത് വേറെ ഒന്നും ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് എക്സിബിഷന് വേണ്ടി ചെയ്യുകയാണ് ഈ പടം. ഇത് മാത്രമല്ല വേറെയും കുറേ മ്യൂറൽ, അത് അക്രിലിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ടീ പെയിൻറ്റിംഗ് ആണ്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു വർക്കാണ്. നമ്മുടെ ചായ നല്ല തിളപ്പിച്ച് കോൺസെൻട്രേറ്റഡ് ആക്കിയിട്ട് അതിൽ ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്.
അത് അതിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇതിൽ പടം വരച്ചിട്ട് അത് ടീ ഇട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അത് നമ്മൾ ടീ ഡസ്റ്റിന് വേറൊരു കളർ വരും. ടീ ലീവ്സ് നമ്മൾ തിളപ്പിച്ചിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് വേറൊരു ഷെയ്ഡ് വരും. അത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് ഏതാണ്ട് ഒരു 3 ആഴ്ച എടുക്കും. കാരണം സ്ലോ ഷെയ്ഡിങ് ആണ്. ഒരു 5-6 കോട്ട് അതിൻ്റെ മുകളിൽ ഇട്ടാലേ നമുക്ക് ഈ എഫക്റ്റ് കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വാർണിഷ് അടിക്കും. എൻ്റെ പേര് കൃഷ്ണ. ഞാൻ ഈ ചെയ്യുന്നത് ക്യാൻവാസ് ബോർഡിൽ ആക്രിലിക് പെയിന്റിങ് യൂസ് ചെയ്തുള്ള പെയിന്റിംഗ് ആണ്. ഇത് ആദ്യം ഒരു സീനറി വരച്ചിട്ട് അതിൽ ആക്രിലിക് പെയിന്റ് യൂസ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യാണ്. ഇത് ഒരു 3 weeks to 1 month വരെ എടുക്കും പെയിന്റ് ചെയ്യാൻ. ഇത് ഫാസ്റ്റ് ഡ്രൈയിങ് ആണ് ആക്രിലിക്. അപ്പൊ വേഗം ഡ്രൈ ആവുന്നതുകൊണ്ട് നമുക്ക് പെർഫെക്ഷൻ ആക്കി വരച്ചെടുക്കാൻ പറ്റും. ഇവിടെ എല്ലാ ടൈപ്പ് പെയിന്റിങ്സും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നതാണ് ഈ ആക്രിലിക്. ബാക്കി മ്യൂറൽ, ഓയിൽ പെയിന്റ് ഇതൊക്കെയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സാർ ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. എൻ്റെ പേര് അനു. ഞാൻ ഏഞ്ചക്കിളിൽ നിന്നാണ്. ഞാൻ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടൊരു 3-4 years ആയി. ഞാനിപ്പം സാർ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ടീ പെയിൻറ്റിംഗ് ആണ് ചെയ്യണത്. ടീയിൽ നമ്മൾ കുടിക്കുന്ന ചായയിൽ ചെയ്യണ പെയിൻറ്റിംഗ് ആണ്. ഇത് ചെയ്യണത് ക്യാൻവാസ് ബോർഡിലാണ്. പിന്നെ സാർ പറഞ്ഞ പോലെ ഡ്രൈയിങ് ടൈം കൂടുതലാണ്, ലേസ് കൂടുതലായതുകൊണ്ട് ടൈമും കൂടുതലെടുക്കും. എൻ്റെ പേര് പുഷ്പകുമാരി. ഞാൻ കോപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. എനിക്ക് കലാ അഭിരുചി ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെ ഓൺലൈൻ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ചൊക്കെ ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ അക്രിലിക് പെയിൻറ്റിങ്ങും ഓയിൽ പെയിൻറ്റിങ്ങും സാറിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നുണ്ട്. കുറച്ച് നാളെ ആയതുകൊണ്ട് സാറിൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ അവസരം കിട്ടിയിട്ട്. ഞാൻ ചെയ്യുന്ന വർക്ക് സോളോ വുഡിലെ പീക്കോക്കാണ്. അതായത് കാർഡ്ബോർഡിൽ ക്ലോത്ത് ഒട്ടിച്ച ശേഷം അതിൽ പിക്ചർ വരച്ചിട്ട് പിന്നെ അതിന് ശേഷം ഇതിൽ പഞ്ഞി ഫില്ല് ചെയ്യും. പഞ്ഞി ഫില്ല് ചെയ്ത് പേപ്പർ ഒട്ടിച്ച ശേഷം പേപ്പറിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സോളോ വുഡ് ഫിക്സ് ചെയ്യുന്നത്. ഈ സോളോ വുഡ് കട്ട് ചെയ്ത് പീലിയുടെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അത് ഇതിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വർക്ക് തീരുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1 month ഒക്കെ എടുക്കും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഫിനിഷിംഗ് രൂപമാണ് ഈ നിങ്ങൾ കാണുന്നത്. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന വുഡാണിത്. അതാണ് ഇത്ര വൈറ്റ് കളറ്. അവിടുത്തെ ഒരു സോഫ്റ്റ് വുഡാണ്. അതിലിങ്ങനെ പടം ഇങ്ങനെ വരയ്ക്കും. ഞാനൊരു പടം എടുത്ത് വെച്ചിട്ട് അത് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റ് എൻ്റെ കയ്യിലിപ്പം 5-6 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇത് ഫ്ലാറ്റാണ്. ഇത് ഷെയ്ഡിങ്ങിനൊക്കെ പറ്റിയ ഇൻസ്ട്രുമെൻ്റാണ്. ഇത് വളരെ സോഫ്റ്റായിട്ട് ചെയ്യണം. നമ്മളിത് ഒരുപാട് പ്രസ് ചെയ്താൽ തടി കരിഞ്ഞങ്ങ് പോകും. ഷെയ്ഡിങ് ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം ഇത് കരിഞ്ഞു പോയാൽ പിന്നെ ഈ തടി കളയാനേ പറ്റുള്ളൂ. ഇത് എക്കോ ഫ്രണ്ട്ലി പെയിൻറ്റിംഗ് ആണ്. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ടൊന്നുമില്ല. ഫ്രെയിം പോലും നമ്മൾ തടി വെട്ടിയിട്ട് അത് വജ്രപ്പശ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് നീലാമരിയുടെ കറയുണ്ട്. അത് അരച്ചിട്ട് അത് പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കുന്നതാണ്. അതിൽ വേപ്പിൻ്റെ പശയുണ്ട്. അത് ചെറുതായിട്ട് ചേർക്കും. അത് കഴിഞ്ഞ് ഇതിൽ മഞ്ഞ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ ഞാൻ പാലിൽ കലക്കും. ആട്ടിൻ്റെ പാലിൽ മിക്സ് ചെയ്തിട്ട് അതിനെ അരിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് വജ്രപ്പശയും കൂടെ ചേർത്തിട്ടാണ് മഞ്ഞ ചെയ്തിരിക്കുന്നത്. പിന്നെ പച്ച, ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പച്ച കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്, നാട്ടിലൊക്കെ പിടിക്കുന്നതാണ്. അത് അരച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്ഷൻ എടുത്തിട്ട് അതിൽ ഈ വജ്രപ്പശ ചേർക്കും. വജ്രമല്ല, മറ്റേ വേപ്പിൻ പശ ചേർക്കും. പിന്നെ കറുപ്പ്, എല്ലാത്തിനും കറുപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ വിളക്ക് നല്ലെണ്ണ വെച്ചിട്ട് അതിൽ തിരിയിട്ട് കത്തിക്കും. കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ എല്ലാം കുറേ തിരിയിടും. തിരിയിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മേളിൽ ഒരു മണ്ണിൽ ചട്ടി ഇങ്ങനെ കമത്തി ഇങ്ങനെ പിടിക്കണം. ചെറിയ ഗ്യാപ്പ് ഇട്ട് പിടിക്കുമ്പോൾ ഇത് കത്തി അതിൻ്റെ പുക ഈ മറ്റേ ചട്ടിയിൽ മുകളിൽ പോയി നിൽക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയൊരു നനഞ്ഞ തുണി ഇടണം. അല്ലെങ്കിൽ ഇത് മുകളിൽ പോയി നിന്നിട്ട് അത് തിരിച്ച് പൊടിയായിട്ട് ഇങ്ങനെ തിരിച്ച് വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല തുണി എടുത്ത് അത് നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ചട്ടിയുടെ മുകളിലിടും. അപ്പോൾ ഈ ഇത് തിരി കത്തി പോകുന്ന ആ ബ്ലാക്ക് സൂട്ട് അവിടെ പോയി അക്കോമഡേറ്റ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ചുരണ്ടി എടുത്ത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചാൽ മതി. അത് ഞാൻ വജ്രപ്പശ അല്ലെങ്കിൽ വേപ്പിൻ്റെ പശ മിക്സ് ചെയ്താണ് ഇതിൽ ചെയ്തിരിക്കുന്ന കറുപ്പ്. ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ് ഈ പടം വരച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉള്ളത്
ഞാൻ കാപ്പിപ്പൊടി അത് പാലിൽ മിക്സ് ചെയ്യും. എന്നിട്ട് അതിനെ അരിച്ചെടുത്തിട്ട് അതിൽ വേപ്പിൻ്റെ പശ കുറച്ച് ചേർക്കും. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ മഞ്ഞ എന്ന് പറയുന്നത് ഞാൻ മഞ്ഞൾ അതിൻ്റെ പൊടി എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്യും. അത് ആട്ടും പാലാണ് ഏറ്റവും നല്ലത്. മിക്സ് ചെയ്തിട്ട് അതിനെ അരിച്ചെടുത്തിട്ട് അതിലും വേപ്പിൻ്റെ പശ ചേർത്താലേ അത് പ്രിസർവേറ്റീവായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഡള്ളായി പോകും. ഈ കളർ എന്ന് പറഞ്ഞാൽ നീലാമരിയാണ്. നീലാമരി ഇല എടുത്തിട്ട് അരച്ച് അതിൻ്റെ കളേഴ്സാണ് ഈ ഒരു ബ്ലൂയിഷ് ഗ്രീൻ വന്നിരിക്കുന്നത്. ഇതിൽ ഇത്രയും കളേഴ്സേ ഉള്ളൂ. ഈ ബ്ലാക്ക് എന്ന് പറയുന്ന എല്ലാം സൂട്ടാണ്. അതിന് സൂട്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ തടിയും ഞങ്ങൾ എടുത്തിട്ട് വജ്ര പശ എന്നും പറഞ്ഞൊരു പശയുണ്ട്. അത് ബുക്ക് ബൈൻഡിങ്ങിനൊക്കെ പണ്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഉരുക്കിയാണ് ഈ തടി ഇതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ മഞ്ഞളാണ് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. മഞ്ഞൾ പാലിൽ കലക്കിയിട്ട് അതിൽ വേപ്പിൻ പശ തേച്ചിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്. അതിൽ ബ്ലാക്ക് ഇട്ട് വരച്ചിട്ടേ ഉള്ളൂ. ഈ ഡിസൈൻസൊക്കെ എൻ്റെ സ്വന്തം ഡിസൈനാണ്. ഇത് കോപ്പിയൊന്നുമല്ല. എനിക്ക് തോന്നുന്ന പോലെയൊക്കെ വരയ്ക്കുന്നതാണ്. 3 കളേഴ്സേ ഉള്ളൂ. ഇത് വൈറ്റ് പേപ്പറിൻ്റെ ആണ്. ഇത് മറ്റേ കാപ്പിപ്പൊടിയുടെ ഒരു പാലിൽ കലക്കിയതാണ്. ഇത് നീലാമരി ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചെയ്ത്. ഇത് മഞ്ഞളാണ്. ഇതിലുള്ള കോളംസും ഈ ഇത്രയും കളേഴ്സേ ഉള്ളൂ. നീലാമരി ഉണ്ട്, മഞ്ഞയ്ക്ക് ഇത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബ്രൗണിന് ഈ മറ്റേ കാപ്പിപ്പൊടി മിക്സ് ചെയ്തിട്ട്. ഇത് മഞ്ഞളാണ് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബ്രൗണിന് കാപ്പിപ്പൊടിയാണ്. ബ്ലാക്ക് മറ്റേ സൂട്ടാണ്. ഇത് എൻ്റെ ഒരു ഐഡിയയിൽ ഒരു മോത്താണിത്. ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് ചായ ഇട്ടിട്ട് കട്ടൻ ചായ ഇട്ടിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് അടിച്ച്, എന്നിട്ട് ഈ ഒരു പടം വരച്ചിട്ട് ഇത് വെട്ടിയെടുത്ത മാതിരി ഒരു ഐഡിയ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. മുഖത്ത് ഇത്രയും ഭാഗം വെട്ടി അങ്ങോട്ട് പോയിരിക്കുന്നു. മുഖത്തിന് യൂസ് ചെയ്തിരിക്കുന്ന മഞ്ഞളാണ്. ഇത് മഞ്ഞളും ഇത് കാപ്പിപ്പൊടി, ഇത് ബ്ലാക്ക് സൂട്ട്. പിന്നെ ഞാൻ വെജിറ്റേറിയനാണ്. എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സും ഇതെല്ലാം കഴിക്കുമ്പോൾ തന്നെ ഒന്നിൽ തലവേദന വരും, അല്ലെങ്കിൽ എന്തോ ഒരു നൗസിയ പോലെ വരും. അത് വെച്ചിട്ട് ഞാൻ ഒരു 2 എക്സിബിഷൻ നടത്തി. അതും നല്ല മന്ത്രിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അത് മുഴുവനും ഈ നേച്ചറിൽ നടക്കുന്ന പ്രോബ്ലംസ് വെച്ചിട്ട് അബ്സ്ട്രാക്റ്റ് ആയിരുന്നു. അത് പക്ഷേ നല്ല റെസ്പോൺസ് ആയിരുന്നു. എയർ പൊല്യൂഷനും ഭയങ്കരമാണ്. പിന്നെ വാട്ടർ പൊല്യൂഷൻ. അപ്പം ഇതൊക്കെ ആയിരുന്നു അതിൻ്റെ മെയിൻ സബ്ജക്റ്റ്. അതൊക്കെ ഭയങ്കര ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്. ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. സാർ ഇന്ന് നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി എല്ലാം പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സർ.